ഡിയറീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉപ്പും തേനും. അപ്പോൾ എന്നെ കണ്ടിട്ട് നിങ്ങൾ നല്ല ഒരു സ്മാർട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? അപ്പോൾ അതിനൊരു എന്ന് വെച്ചാൽ അതിപ്പോൾ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു 2.5 ആഴ്ചയ്ക്ക് മുന്നേ ആയിട്ട് ഭയങ്കര ഡൗൺ ആയിട്ട് എപ്പോൾ വേണമെങ്കിലും തല ചുറ്റി വീഴാം എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ അത് വേറെ ആർക്കും അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി, അത് നമ്മൾ ചെറുതായിട്ട് കളയുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര സിവിയർ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട്, ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു ഞാൻ. അപ്പോൾ ഇപ്പം ഞാൻ റിക്കവറായി, ഞാനിപ്പോൾ സ്മാർട്ടാണ്. ഇനി മുതൽ എൻ്റെ ഹെൽത്തൊക്കെ നന്നായിട്ട് നോക്കണം. കാരണം ഞാൻ ചെറിയൊരു പെയിന് വന്നാലും ഞാൻ അതങ്ങ് മൈൻഡ് ചെയ്യാതെ വിടുമായിരുന്നു. പക്ഷേ അങ്ങനെ നമ്മൾ മൈൻഡ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് ഒരു കുറച്ച് 2.5 ആഴ്ച കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ അത് എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ പോയി കണ്ടിട്ട് വരാം. ബാക്കി പറയാം. ഓക്കെ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഡേ ട്രീറ്റ്മെൻറ്റ് പോണ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഉറക്കം വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ കോലം കാരണം HB കുറയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസൊക്കെ അങ്ങ് ഡള്ളാകും കേട്ടോ. ഓൾറെഡി തലകറക്കവും ഒക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ക്ഷീണം എൻ്റെ ഫേസിൽ നന്നായിട്ട് എനിക്ക് അറിയുന്നത്. എനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു. ഞാനാണ് സാധാരണ എവിടെ പോയാലും വണ്ടി പിടിച്ച് പോകാറുള്ളത്. സ്കൂട്ടിയിലാണ്. അപ്പോൾ അച്ഛനാണ് എന്നെ ഏകദേശം ഒരു 1 വീക്കോളം അച്ഛൻ തന്നെയാണ് എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിന്നെ അച്ഛൻ ബ്രാഞ്ച് സെക്രട്ടറിയും കൂടെ ഒക്കെ ആയതുകൊണ്ട് അച്ഛൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ അതെല്ലാം മുടക്കിയിട്ടാണ് കൊണ്ടാക്കുന്നത്. ഫസ്റ്റ് ഡേ എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തത് സങ്കരസ്വേദനം എന്ന് പറയുന്ന ഒരു കിഴിയാണ് കേട്ടോ. കിഴി എന്ന് പറയുമ്പോൾ കഷായത്തിൽ മുക്കി, പൊടിക്കിഴി ഉണ്ടാക്കിയിട്ട് കഷായത്തിൽ മുക്കി ആണ് കിഴി കുത്തുന്നത്. മൈൽഡായിട്ടുള്ള ചൂടിൽ വേണം കഷായം, അതെന്ന് വെച്ചാൽ മൈൽഡായിട്ട് ചൂടാക്കി അതിൽ മുക്കി ആണ് കിഴി കുത്തുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് റൂമിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രം കുറച്ച് കാണാൻ പറ്റും കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഒരു ആയുർവേദ തെറാപ്പിസ്റ്റ് എന്ന നിലയ്ക്ക് നമ്മളിപ്പോൾ ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിൽക്കുന്നവർക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും കേട്ടോ. പത്മനാഭനെ പ്രാർത്ഥിച്ചിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, അങ്ങനെ ഒരു ഇതാണ്. പിന്നെ ഇതാണ് എൻ്റെ വേഷം. നൈറ്റിയാണ് യൂസ് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുള്ളത്. നൈറ്റി ഇട്ടിട്ട് വരിക, അങ്ങനെയാണ് നൈറ്റി ഇട്ടത്. ഇതാണ്. എനിക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ മെഡിക്കൽ എത്തിക്സിന് ചേർന്നതല്ല, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. ഞാനും ഈ ഫീൽഡ് ആയതുകൊണ്ട് അങ്ങനെ ഷൂട്ട് ചെയ്തില്ല. ഇതിപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. എണ്ണത്തുണിയിൽ പിന്നെ എണ്ണത്തുണിയിൽ നമ്മൾ ഈ ദേഹത്ത് മൊത്തവും ഈ പൊടിയുടെ ഇത് വരുമ്പോഴത്തേക്കും തുടയ്ക്കാൻ പാടില്ല. ഈ ഓലയുടെ ഇത് വെച്ചിട്ടാണ് വടിച്ചാണ് എടുക്കുന്നത് ബോഡിയിൽ നിന്ന്. അപ്പം അങ്ങനെയൊക്കെ ഒരു ശാസ്ത്രപരമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഈ ട്രീറ്റ്മെൻറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 30 മിനിറ്റ് റെസ്റ്റ്, ഹോസ്പിറ്റലിൽ തന്നെ റെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണ്. എന്നിട്ട് ഫ്രഷായിട്ട് അവർ വിടത്തുള്ളൂ. അപ്പോൾ അച്ഛൻ അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ ഫുഡ് ഈ ട്രീറ്റ്മെൻറ്റ് ടൈമിൽ കഴിക്കുന്നത് വെച്ചാൽ കൂടുതലും അനാറിൻ്റെ ജ്യൂസ് തന്നെയാണ് കുടിക്കുന്നത്. അത് ശരിക്കും ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ബീട്രൂട്ട്, നമ്മൾ ബ്ലഡ് ഊറാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം കഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചോറും പിന്നെ ബീട്രൂട്ട് തോരനും പിന്നെ പച്ച നെല്ലിക്ക കഴിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ കഴിക്കാൻ പാടില്ല, എനിക്ക് പറ്റില്ല. ഭയങ്കര കട്ടും പഥ്യവും അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വൈകുന്നേരം കഷായം, ഇപ്പോൾ മെഡിസിൻ ഉണ്ടാക്കാൻ എനിക്ക് അറിയാം. ഞാനിത് ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് മെഡിസിൻ ഉണ്ടാക്കി പേഷ്യൻസിന് കൊടുക്കാറുള്ളത് കൊണ്ടും സ്വന്തമായിട്ട് ഉണ്ടാക്കാറിയാം. ഇതിപ്പോൾ ഞാൻ ചെറുള വെച്ചിട്ട് പാൽ കഷായമാണ് ഉണ്ടാക്കി കുടിക്കാൻ പോകുന്നത്. ഡോക്ടർ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പം 1 ഗ്ലാസ് പാലെടുത്തിട്ട് എത്ര പാൽ അളവിനെടുത്തോ അതേ അളവിന് 3 പ്രാവശ്യം വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ട് വറ്റിച്ച്, അതുപോലെ തന്നെ ഈ ചെറുള ഇടിച്ച് ചതച്ചെന്ന് എന്താ വെച്ചാൽ ഒരുപാട് ഗ്രേവി ആക്കാതെ ചതച്ച് ക്രഷ് ചെയ്തെടുക്കുക നല്ലപോലെ ആക്കിയിട്ട് അത് ഈ പാലിലിട്ടിട്ട് നന്നായിട്ട് 1 ഗ്ലാസ്സായിട്ട് വറ്റിച്ചെടുത്തിട്ട് അതാണ് നമുക്ക് കുടിക്കാനുള്ളത്. എന്ന് വെച്ചാൽ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് കറക്റ്റ് ഉള്ള രീതിയിൽ ചെയ്ത് അതിനെ നല്ലപോലെ വറ്റിച്ച്, അത് നമ്മുടെ ഗർഭാശയ രോഗങ്ങൾക്കൊക്കെ നല്ലതാണ് കേട്ടോ.
അപ്പോൾ എനിക്ക് പീരീഡ്സ് ഇറഗുലർ ആയതുകൊണ്ടും അതും ഞാൻ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഡോക്ടർ ഇതെനിക്ക് സജസ്റ്റ് ചെയ്തത്. ഇത് കൂടുതലും നമുക്ക് ഗർഭാശയ പ്രോബ്ലം അങ്ങൾക്കുള്ളതിന് വേണ്ടിയിട്ടാണ് കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. അത് വറ്റിയെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. അങ്ങനെയാണ് അത്. പിന്നെ അരിച്ചെടുക്കുക, അതിൻ്റെ പൊടികളൊന്നും ഇല്ലാണ്ട് നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്ത ശേഷം അത് കുടിക്കുക. അത് കുടിക്കുമ്പോഴത്തേക്കും പഞ്ചസാരയൊന്നും ഇട്ട് കലക്കി കുടിക്കാൻ പാടില്ല, ഇങ്ങനെ അങ്ങ് കുടിക്കുക. അത് കുടിച്ചത് ഭയങ്കര കയ്പ്പൊന്നുമില്ല കേട്ടോ, പക്ഷെ എന്തോ ഒരു മനമറിപ്പ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, എൻ്റെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ ക്ഷീണിച്ച് അങ്ങ് അറ്റം പറ്റി, അത്ര അവസ്ഥ. പിന്നെ പിറ്റേന്ന് രാവിലെ എൻ്റെ ഒരു പിറ്റേന്നും പോകണം, എന്നും പോകുന്ന അവസ്ഥ. ഇന്ന് സ്കൂളിൽ പോണ പോലെ പോവും ഹോസ്പിറ്റലിലോട്ട്. പിന്നെ ഡെയിലി ഉള്ളത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു സെറ്റ് ട്രീറ്റ്മെൻറ്റ് ഒരു 4 ദിവസം 5 ദിവസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് അടുത്ത പോർഷനായിരിക്കും ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പം ഡെയിലി ഉള്ളത് ഇപ്പോൾ 1.5 ആഴ്ച ചെയ്ത ട്രീറ്റ്മെൻറ്റിൻ്റെ ഫുള്ള് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. എപ്പോഴും ഈ ലിഫ്റ്റിക്കായിട്ട് നോക്കുന്നത് എൻ്റെ ഫേസാണ്. ഓക്കെ ആയോ ഓക്കെ ആയോ ഓക്കെ ആയോ എന്ന്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ദൈവത്തെ വിളിക്കണമല്ലോ. കാരണം നമുക്ക് ആരോഗ്യം ഇരുന്നാലേ നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുള്ളൂ. അത് ഞാനെന്നല്ല, എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ് എനിക്കിത്. ചിഞ്ചാതി തൈലം വെച്ചിട്ട് അഭ്യംഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഭ്യംഗം എന്ന് പറയുന്നത് ഫുൾ ബോഡി മസാജാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പോക്കിലാണ് ഞാനിത് ഈ ലിഫ്റ്റിൽ കയറുമ്പോഴത്തേക്കും സൂപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫുള്ള് എനിക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ് ഞാനിത് അത്രയും നോക്കിയിരുന്നത്. അപ്പോൾ ഏകദേശം ഞാനൊന്ന് ഫ്രഷായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ എൻ്റെ ഫേസും ഇപ്പോഴത്തെ ഫേസിലും കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ലാസ്റ്റ് ഡേ അഭ്യംഗം കഴിഞ്ഞിട്ട് പോകുന്ന വഴിയാണ്. ഇത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് തീർന്നതാണ്. അപ്പോൾ എനിക്ക് നല്ല വ്യത്യാസം. 7 കുറഞ്ഞ് 7 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തലയിറങ്ങി വീഴുന്നൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് 9.5 വരുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റേതായിട്ടുള്ള വ്യത്യാസം എനിക്ക് തന്നെ സ്വയം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ സമയം വേസ്റ്റാക്കി, നമ്മൾ ഒരുപാട് സമയങ്ങൾ നമ്മൾ കളയേണ്ടി വരും. നമ്മളൊരു ചെറിയ കാര്യം ശ്രദ്ധിച്ച് നമ്മളെപ്പറ്റി നമുക്ക് നമ്മളുടെ ഹെൽത്ത് തന്നെ നോക്കിയാൽ മാത്രമേ, സ്വന്തമായിട്ട് നമ്മൾ കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ചിലപ്പോൾ ജോലി ചെയ്ത് ജീവിച്ചേ പറ്റൂ എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടായിരിക്കുമല്ലോ. എല്ലാവരും ജോലി ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും കാണും. ജോലി ഇല്ലാതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുറേ ആൾക്കാർ കാണും. അപ്പോൾ അവരൊക്കെ ഈ ചെറിയ ഒരു പെയിന് വന്നാലോ എന്ത് ബുദ്ധിമുട്ട് വന്നാലും അപ്പം തന്നെ അത് റിക്കവർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നാണ് എനിക്ക് എല്ലായിടത്തും പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. ഒരു ടൈം പാസ് ആയിട്ടൊന്നുമല്ല ചെയ്യുന്നത്. നമുക്ക് കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു ഉപയോഗം വേണം, അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിരിക്കും. ബൈ.